വിശംസകളെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കാലം 5-ാം വെള്ളിയാഴ്ച നാളെ നമ്മൾ മർത്തസ് മൗനിയെയും 7 മക്കളെയും അനുസ്മരിക്കുക. വിശ്വാസത്തിന് വേണ്ടി ഉറച്ച നിലപാടുകൾ എടുത്ത് അതിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു അമ്മയും 7 മക്കളെ കുറിച്ച് മക്കബായരുടെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ പേര് പാരമ്പര്യത്തിൽ സ്മോനി എന്നാണ്. മർത്തസ് മൗനിയും 7 മക്കളും മോനിയുടെ തിരുനാൾ ഈ കൈത്തക്കാലത്തെ 5-ാം വെള്ളിയാഴ്ച ആചരിക്കുന്നത്. മർത്തസ് മോനിയുടെ നാമത്തിൽ ധാരാളം പള്ളികളുണ്ട് സുറിയാനി സഭയിൽ. നമ്മുടെ സഭയിൽ അധികം ഇല്ലെങ്കിലും മറ്റ് സഹോദരി സഭകളിലുണ്ട്. കാരണം വലിയൊരു വിശ്വാസത്തിന്റെ വലിയ ഒരു മാതൃകയായിരുന്നു. പ്രതിദിനത്തിലേക്ക് വരുമ്പോഴും ഇതുപോലെ ഒരു അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും. 7 മക്കൾക്ക് പകരം 7 വ്യാകുലങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ വിശുദ്ധ കന്യക എന്നറിയും. പുണ്യായ ഈശോയെ ദേവാലയത്തെ കൊണ്ടു ചെല്ലുമ്പോൾ ശനിയാൻ ഉണ്ണിയെ കയ്യിലെടുത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അതിനുശേഷം മാതാവിന്റെ ഹൃദയം വളർക്കുന്ന ഒരു വാക്ക് പറഞ്ഞു. വളരെ പേരുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകും, വിവാദത്തിന്റെ അടയാളമാകും. ഇതിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. ആ വാക്ക് ുള്ള ഒരു വാക്കായിരുന്നു. അമ്മയുടെ ഹൃദയത്തിൽ ആ വാക്ക് തന്നെ തുളച്ചു കയറി. ഗ്രീക്ക് ചിന്തകനായ പിത്തഗോറസ് പറയുന്നുണ്ട്, വാക്കിന് വാളിനേക്കാൾ മൂർച്ചയുണ്ടെന്ന്. ഇതുപോലെ വാളിനേക്കാൾ മൂർച്ചയുള്ള ഒരു പ്രവചനമാണ് മാതാവിനോട് പറയുന്നത്. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറും. ഹൃദയത്തിന്റെ ജീവിതം ഹൃദയത്തിൽ ഒരു വാളുമായി ജീവിച്ച ഒരു വ്യക്തി. ആകുലതയുടെയും ഭയത്തിന്റെയും സങ്കടങ്ങളുടെയും ഒക്കെ ഒരു വാൾ മാതാവിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഞാൻ പ്രതിപാദിച്ച പുസ്തകം KT അപ്പന്റെ മധുരം എന്റെ ജീവിതം എന്ന മാതാവിനെ കുറിച്ചുള്ള പുസ്തകം അദ്ദേഹം പറയുന്നത്, നസ്സസിലെ ഒരു സാധാരണ പെൺകുട്ടി ദൈവത്തിന്റെ അസാധാരണമായ ഇടപെടൽ മൂലം സാധാരണ ജീവിതത്തിൽ നിന്നും വേർപെടുത്തപ്പെട്ടു. സാധാരണ ജീവിതത്തിൽ നിന്നും വേർപെടുത്തപ്പെട്ട് ഈശോയുടെ ദൗത്യത്തിൽ പങ്കുകാരാവുകയാണ്. ഈശോ പറയുന്നുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്റെ കുരിശെടുത്തിട്ട് പിന്നാലെ വരട്ടെ. പരിസരമറിയം ഈശോയുടെ പിന്നാലെ കുരിശല്ല വാൾ ഹൃദയത്തിലേന്തി അനുഗമിക്കും. ഈശോ ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ സ്വീകരിക്കുവാൻ വേണ്ടിയല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വയം അർപ്പിക്കുവാനും വേണ്ടിയാണെന്നാണ് മത്തായി സുവിശേഷം 20:28 നമ്മൾ കാണുന്നത്. ആ വലിയ ദൗത്യത്തിൽ ഈശോയോടൊപ്പം യാത്ര ചെയ്ത ഒരു സഹയാത്രികയാണ് പരിസരമറിയം. ഹൃദയത്തിലെ ആ വാൾ, അറിയത്തിന്റെ ഹൃദയത്തിൽ വാൾ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഗീതങ്ങൾ ഗ്രീക്ക് സഭകളിൽ, പ്രത്യേകിച്ച് ഈ വലിയ നോമ്പ് കാലത്ത് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ പ്രഭാത നമസ്കാരങ്ങളെല്ലാം ഉണ്ട്. സൗറോ തെയോത്തൊക്കിയ എന്നാണ്. എന്ന് പറഞ്ഞാൽ മാതാവിനെ കുറിച്ച്, മാതാവിന്റെ ആ കുരിശും ആയി പോകുന്ന രീതിയിൽ മാതാവിനെ അനുസ്മരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ബുധനാഴ്ചകളിൽ ബുധനും വെള്ളി, കാരണം ഈശോയെ കുരിച്ചുകൊണ്ട് പോയത് ബുധനാഴ്ചയാണെന്നുള്ള പാരമ്പര്യമുണ്ട്. വെള്ളിയാഴ്ച ഈശോയെ കുരിശിൽ തറയ്ക്കുന്നു. അപ്പോൾ അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഹൃദയത്തിൽ വാളുമായി നീങ്ങുന്ന കന്യാമറിയത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ഗീതം ആ സഭയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാവിന്റെ ആ വ്യാകുലങ്ങൾ അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എപ്പോഴും അത് കാണുന്നു. അവരും ചോദിക്കാറുണ്ട്, മാതാവിന് എത്രമാത്രം സങ്കടമുണ്ടാകേണ്ട കാര്യം എന്താണ്? മനുഷ്യൻ എത്രമാത്രം കഷ്ടപ്പെടുന്നു. ഒരിക്കൽ ഒരു പറഞ്ഞതായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു പകുതി തമാശന്റെ ഒരു കാര്യവുമാണ്, എൻ്റെ അച്ഛ ഈ മാതാവിന് ഇത്രമാത്രം അവരുടെ സങ്കടമുണ്ടെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അതിനേക്കാൾ എന്തുമാത്രം വിഷമം മാത്രം സ്ത്രീകൾ അനുഭവിക്കുന്നു. മാതാവിന് അമ്മായിമ്മ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. കാലത്തെ ഒരു സങ്കല്പം അനുസരിച്ചാണ്. മാതാവിന്റെ ഭർത്താവ് യോസേപ്പിതാവ് നീതിമാനായ നല്ല മനുഷ്യൻ. അദ്ദേഹം കുടിക്കുകയോ വലിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ട് നല്ല ശുദ്ധനായ നല്ല അകപ്പെട്ട മനുഷ്യൻ. മകനായ ഈശോ ആണ് ദൈവപുത്രൻ. വല്ലപ്പോഴും കാണാതെ പോയെങ്കിലും ആ മകൻ ദേവാലയത്തിലേക്ക് പോവുള്ളൂ, പള്ളിയിലേക്ക് പോവുള്ളൂ. അപ്പൊ ഇത്രയും ഭാഗ്യപ്പെട്ട ഒരു മാതാവ്, വ്യാകുല മാതാവ് എന്ന് പറയാൻ പറ്റുകയില്ലല്ലോ എന്ന് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ വാസ്തവത്തിൽ പരിസരമറിയം തീർച്ചയായിട്ടും പറഞ്ഞതെല്ലാം ശരിയാണ്. പരിസരമറിയത്തിന്റെ ഭർത്താവായി അറിയപ്പെടുന്ന പിതാവ് നീതിമാനായ നല്ല മനുഷ്യൻ, ഈശോ ദൈവപുത്രൻ. അങ്ങനെയുള്ള മാതാവിന് ജീവിതത്തിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒന്നും ഇല്ലായിരുന്നു എന്ന് നമ്മൾ സാധാരണ സങ്കല്പിക്കും. പക്ഷേ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നത് മറ്റൊന്നാണ്. മാതാവിനെ ഈശോയുടെ ആദ്യകാല ശൈശവ ജീവിതത്തെക്കുറിച്ചുള്ള വിവരണം, ഇൻഫൻസി നറേറ്റീവ് എന്ന് പറയും. അപ്പോൾ യുവകയുടെ സുവിശേഷത്തിലെ ഈ മാതാവ് ഈശോയുടെ ശൈശവ ജീവിതത്തെക്കുറിച്ചുള്ള വിവരണത്തിനകത്ത്
ഈശോയുടെ പീഡാനുഭവ വിവരണങ്ങൾ കൂടി ഉൾച്ചേർത്ത് വെച്ചിട്ടുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പ്രത്യേകിച്ച് റേമണ്ട് ബ്രൗൺ അദ്ദേഹം പറയുന്നത് ഇതിൽ പല സൂചനകൾ, പീഡാനുഭവത്തിന്റെ സൂചനകൾ ഇതിൽ കാണിക്കുന്നു. അതിലൊന്നാണ് നമുക്കറിയാം, മാതാവ് കുഞ്ഞിനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കിടത്തിയത്. 16 ഭാഗം പറയുന്നത് ഈ പിള്ളക്കച്ച എന്താണ് സൂചിപ്പിക്കുന്നത്? അവസാനം ഇവനെ കച്ചയിൽ പൊതിഞ്ഞ് ആണ് അടക്കുന്നത്. അതിന്റെ സൂചന ആ ജനന വിവരണത്തിൽ തന്നെ കൊടുത്തിരിക്കുക. ഭോജരാജാക്കന്മാർ സമർപ്പിച്ചത് പൊന്നും മീറയും കുന്തിരിക്കുവാൻ സമർപ്പിച്ച ആ നീറ കലർത്തിയ വീഞ്ഞ് കൊടുത്തു കർത്താവിന്. കർത്താവ് കുരിശി കിടക്കുമ്പോഴാണ് അതിന്റെ സൂചനയായിട്ടാണ്, സങ്കടങ്ങളുടെ സൂചനയായിട്ട് തന്നെ ശിശുവധം, അനേക ശിശുവിന് പകരമായി അനേകം കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുന്ന കാണിക്കുന്ന അങ്ങനെ ആ ഒരു കുരിശിന്റെ നിഴൽ വീണ വിവരണമാണ് വാസ്തവത്തിൽ ഈ ഇൻഫൻസി നറേറ്റീവ് എന്ന് പറയുന്ന ബാല്യകാല വിവരണം. അതുകൊണ്ട് ഈശോയുടെ ജീവിതത്തിൻ്റെ ആ കുരിശിൻ്റെ ഛായയിലാണ് പരിശുദ്ധ കന്യാമറിയവും പോകുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. പരിശുദ്ധ കന്യാമറിയത്തിന് അനേക വ്യാകുലങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? സഭാപിതാക്കന്മാർ അതിനെ വിശദീകരിച്ചിരുന്നത് മഹാനായ സെന്റ് ബേസിൽ, വിശുദ്ധ ബേസിൽ, അതുപോലെ തന്നെ ഒരിജിൻ, അവരൊക്കെ പറയുന്നത് ഈ വാൾ എന്ന് പറയുന്നത് മാതാവിന് ഉണ്ടായ ഒരു സന്ദേഹമാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഇതൊക്കെ ശരിയാണോ? എൻ്റെ ജീവിതം ഇതിനുമായിട്ട് സമർപ്പിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു സന്ദേഹവും സംശയവുമായിരുന്നു ഈ വാൾ എന്നാണ് പറയുന്നത്. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ആ സന്ദേഹങ്ങളെല്ലാം പൂർത്തിയായി, എല്ലാം മാറിപ്പോയതാണ് ഈ സഭാപിതാക്കന്മാർ പറയുന്നത്. ഈ വാളെന്ന് പറയുന്നതാണെന്ന്. അതേസമയം തന്നെ പിന്നീട് സഭയുടെ ചരിത്രത്തിൽ ഈ വാളുകൾ ഒരു വാളല്ല, 7 വാൾ ആണ്. 7 വ്യാകുലങ്ങളാവിന്റെ ഹൃദയത്തിൽ 7 വാൾ ചിത്രീകരിച്ചിരിക്കുന്ന ഐക്കണുകൾ, പിന്നീട് തിരുസ്വരൂപങ്ങൾ. അതല്ല സത്യത്തുള്ളവരെ എന്ന് പറഞ്ഞാൽ 7 വ്യാകുലങ്ങളുടെ മാതാവിന്റെ പള്ളികൾ തന്നെ യൂറോപ്പിലൊക്കെ ഒത്തിരി പള്ളികളുണ്ട്. നമ്മുടെ നാട്ടിലും വ്യാകുല മാതാവിൻ്റെ തിരുസ്വരൂപം പല സ്ഥലങ്ങളിലും കത്തീഡ്രൽ പള്ളിയിലൊക്കെ ഉണ്ട്. എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്ന അവിടെ നിന്നാണ് എണ്ണ ഒഴിക്കുന്നതൊക്കെ. അപ്പം അങ്ങനെ ആ 7 വ്യാകുലങ്ങളുടെ ഒരു ഭക്തി തിരുസഭയിൽ, പാശ്ചാത്യ സഭയിൽ പ്രത്യേകമായിട്ട് വളരുകയുണ്ടായി. സർവൻസ് ഓഫ് ദി ഓർഡർ ഓഫ് മേരി എന്ന് പറയുന്നൊരു സമൂഹം, മാതാവിൻ്റെ സമൂഹം 1239 സ്ഥാപിക്കുകയും അവരാണ് വാസ്തവത്തിൽ ഈ ഭക്തി പ്രചരിപ്പിച്ചത്. അതിനു വേണ്ടിയാണ് ഈ ഭക്തി പ്രചരിപ്പിച്ചത്. മനുഷ്യരുടെ വേദനകളുടെ ദുഃഖങ്ങളെല്ലാം ഏറ്റുവാങ്ങിയ, നമുക്കറിയാം ഈശോ ഏറ്റുവാങ്ങി. പക്ഷെ അതുപോലെ തന്നെ പരിശുദ്ധ കന്യാമറിയവും അതുപോലെ ഏറ്റുവാങ്ങിയും സഹിക്കാത്ത സഹനങ്ങളൊന്നുമില്ല. അത് ഓർത്ത് നമ്മളുടെ സഹനങ്ങളെ കർത്താവിൻ്റെ കുരിശിന്റെ ബലിയോട് ചേർത്ത് സമർപ്പിക്കണം എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി സ്ഥാപിച്ച ഒരു ഭിക്ഷാടക സന്യാസ സമൂഹമായിരുന്നു ഈ പറഞ്ഞ മാതാവിൻ്റെ OSM എന്നുള്ള ആ സമൂഹം. മാത്രമല്ല അന്നത്തെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. യൂറോപ്പിൽ 1347 മുതൽ 51 വരെ കാലഘട്ടങ്ങളിലുണ്ടായ വലിയൊരു പ്ലേഗ് ബാധ, ബ്ലാക്ക് ഡെത്ത് എന്നാണ് പറയുന്നത്. പ്ലേഗ് ബാധയിൽ യൂറോപ്പിൽ തന്നെ ഏതാണ്ട് 2.5 കോടി ആളുകൾ, പ്ലേഗ് വന്നു കഴിഞ്ഞാൽ പനി വന്നു തുടങ്ങുന്നു, ശരീരത്തിൽ കുളകൾ പൊട്ടിപ്പുറപ്പെടുന്നു, ശരീരം മുഴുവൻ വേദനയാകുന്നു, പെട്ടെന്ന് മരിക്കുക, നിപ്പിന് മരിക്കുക. ഡെത്ത് ലോകം മുഴുവൻ ഉണ്ടായിരുന്നത്. ലോകം മുഴുവനാണ് ഏതാണ്ട് 7.5 കോടി ജനങ്ങൾ, 2.5 മുതൽ 5 അല്ലെങ്കിൽ 7 വരെ അങ്ങനെയൊക്കെ കണക്ക് പറയുന്നുണ്ട്. ആ സമയത്താണ് ഈ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പ്രാർത്ഥന കാലത്ത് പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവിയിടാൻ ഞങ്ങൾക്ക് വേണ്ടി വാക്ക് കൂട്ടിച്ചേർത്തപ്പോഴാണ് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പൊ ഏത് സമയത്തും മരിക്കാം, നിശ്ചിതമാണ്. യൂറോപ്പിൽ, ജർമ്മനിലൊക്കെ ചില ഗ്രാമങ്ങളിൽ ഇവിടെ പോകുമ്പോൾ ആളുകൾ പറഞ്ഞു തരും, ഇവിടെ പണ്ട് പ്ലേഗ് ഉണ്ടായ സ്ഥലമാണ്. ആ പ്രദേശം മുഴുവൻ തുടയ്ക്കപ്പെട്ടു, അതുപോലെ തുടച്ച നിൽക്കുകളുണ്ടായ സ്ഥലങ്ങളിൽ. അങ്ങനെ വലിയ പ്ലേഗിൻ്റെ സാഹചര്യത്തിൽ, വലിയ കഷ്ടപ്പാടുകളുടെയും സഹനങ്ങളുടെയും സാഹചര്യത്തിൽ മാതാവിനോടുള്ള ഭക്തി, വ്യാകുലങ്ങൾ, ആ ജീവിച്ചിരിക്കുന്നവർക്കുള്ള ആശ്വാസം, മാതാവിനോടുള്ള ഈ 7 വ്യാകുലങ്ങൾ, വ്യാകുല മാതാവിൻ്റെ തിരുസ്വരൂപവും ഐക്കണുകളും ഒക്കെ പ്രചരിച്ചത് അങ്ങനെയാണ്. മാതാവിൻ്റെ 7 വ്യാകുലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ വ്യാകുലം, ഒന്നാമത്തെ വാൾ ശമീയോന്റെ പ്രവചനമാണ്. എൻ്റെ ഹൃദയത്തിൽ ഒരു വാൾ തുടച്ചു കയറും. ഒരു കുഞ്ഞിനെ കൊണ്ട് ദേവാലയത്തിൽ വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു ആശംസയാണ്. അത് വലിയൊരു തീ പോലെ മാതാവിൻ്റെ ഹൃദയത്തിൽ ഉള്ളിൽ കയറിയൊരു ഒരു വലിയ
വേദനയുടെ ഒരു വാൾ തുളച്ചു കയറുന്ന അനുഭവമായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ആ ഈജിപ്തിലേക്കുള്ള പലായനം തന്നെ പോകണമെന്നായി. ഉടൻ തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകണം. നമ്മൾ പറഞ്ഞു 700 കിലോമീറ്റർ അപ്പുറമാണ് പോകേണ്ടത്. ഒരുപാട് നിറഞ്ഞ ഭയവും ഉത്കണ്ഠയും എല്ലാം നിറഞ്ഞ മനസ്സോടുകൂടി പോവുകയാണ്. ഈജിപ്തിലേക്കുള്ള പാലായനം, ഈശോയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പാലായനം. പിന്നീടാണ് നമ്മൾ കാണുന്നത് മൂന്നാമത്തത് ഈശോയെ നഷ്ടപ്പെടുന്ന അനുഭവം മാതാവിനുണ്ടായി. പെരുന്നാളിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ണി ഈശോയില്ല. 3 ദിവസം വേവലാതിയോടുകൂടി ആദിയോടെ മാതാവ് പോവുകയാണ്. എന്റെ പിതാവും ഞാനും എത്രമാത്രം വേവലാതിയോടുകൂടിയാണ് അന്വേഷിച്ചത് ചോദിക്കുന്നുണ്ട്. മാതാവിന്റെ ഹൃദയത്തിലുണ്ടായ വലിയൊരു വേദനയാണ്. മാത്രം കഷ്ടപ്പെട്ട് ദിവസത്തിന്റെ വാളിൽ പോലും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ട് കാണാതെ പോകും. ഈശോയെ കുഞ്ഞിനെ കാണാതെ പോയപ്പോൾ ഉണ്ടായ വലിയ ദുഃഖം, വേദന. പിന്നീട് നമ്മൾ കാണുന്നത് കാൽവരിയിലേക്കുള്ള കുരിശുമായുള്ള യാത്രയിൽ ഈശോയെ കാണുമ്പോൾ മാതാവിനുണ്ടാകുന്ന ഹൃദയവേദന. അമ്മയുടെയും ഹൃദയം നിറയെ വേദനയുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. മകനെ അത് ഒരു കുരിശും വഹിച്ചുകൊണ്ട് കൊലക്കളത്തിലേക്ക് പോകുന്ന കാഴ്ച കാണേണ്ടി വരുന്ന ഒരവസ്ഥ. അത് കഴിഞ്ഞ് വീണ്ടും മാതാവ് സ്ത്രീകളൊന്നും പോകാൻ ധൈര്യപ്പെടാത്ത ഒരു സ്ഥലമാണ് അവിടെ കുരിശീകരണം. യേശുവെ കുരിശ് തറയ്ക്കുന്ന ആ കാഴ്ച മാതാവ് കണ്ടു എന്നുള്ളതാണ്. അത് ആ കാഴ്ച ഒരു ആണിയും തറയ്ക്കുമ്പോഴും തറയ്ക്കുന്നത് ആ അമ്മയുടെ ഹൃദയത്തിലായിരുന്നു. അതുപോലെ വേദനാജനകമായ ഒന്നാണ്. അത് കഴിഞ്ഞ് കുരിശിൽ നിന്ന് ഇറക്കുന്നു. കുരിശിൽ നിന്ന് ഇറക്കി മാതാവിന്റെ മടിയിൽ കിടത്തിയതായിട്ടുള്ള ആ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ ചിത്രകലയിലും ശില്പകലയിലും സഭയുടെ പുരാതന പാട്ടുകളിലുമെല്ലാം. അങ്ങനെയാണ് കുരിശിൽ താഴി ഇറക്കുന്നു. വളരെ വേദന നിറഞ്ഞ കാഴ്ചയാണ്. അവസാനത്തെയാണ് സംസ്കാരം. ഈശോയെ സംസ്കരിക്കുന്നു. ലോകം മുഴുവൻ ഉദ്ധരിക്കുവാൻ വന്ന രക്ഷകനായ ഇവൻ ദാവീദിന്റെ സിംഹാസനം ഇരിക്കാൻ വന്നവനെന്ന് മാതാവിനോട് മാലാഖ അറിയിച്ച ആ പുത്രൻ ഭൂമിയിൽ സംസ്കരിക്കപ്പെടുകയാണ്. അവന്റെ പൊടി പോലും ഇല്ലാത്ത അവസ്ഥ ഭൂമിയിൽ. വലിയ ദുഃഖം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന കന്യാമറിയം. സഭാപിതാവായ മാർ അപ്രയം പിതാവ് പറയുന്നത്, മാതാവ് കുരിശിൻ ചോട്ടിൽ വെച്ച് അവിടെ നിൽക്കുമ്പോൾ തന്റെ യാത്ര, തന്റെ സുസ്ഥിരമായ വിശ്വാസത്തിലൂടെയും അനുസരണത്തിലൂടെയും കുരിശിൻ ചോട്ടിൽ വെച്ച് യാത്ര പൂർത്തിയാകും. കുരിശിൻ ചോട്ടിൽ നിൽക്കുന്ന മാതാവ് വിശ്വാസത്തിന്റെ ഒരു പ്രതീകമാണ്. ദൈവത്തോടുള്ള അനുസരണത്തിന്റെ പ്രതീകമാണ്. ട്രീ ഓഫ് ലൈഫ്. ഹൗവ ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് അവിടുന്ന് ഫലം പറിക്കാൻ തുടങ്ങി ഹൗവ നഷ്ടപ്പെടുത്തിയ ആ കന്യാമറിയം യഥാർത്ഥ ജീവന്റെ വൃക്ഷമായ കുരിശിൻ ചൂട്ടിൽ നിന്ന് നേടിയെടുത്തുവെന്നാണ് പറയേണ്ടത്. മാതാവ് അവിടെ നിൽക്കുന്നത് വലിയ സ്വന്തമാക്കുവാൻ വേണ്ടിയാണ്. ഹൗവയുടെ പരാജയം വീണ്ടെടുക്കുവാൻ വേണ്ടി മാതാവ് നിൽക്കുന്നതായിട്ടാണ് പറയുന്നത്. അവിടെ വെച്ച് കുരിശിൻ ചൂട്ടിൽ വെച്ച് തിരുസഭ ജനിച്ചുവെന്നാണ് സെന്റ് അഗസ്റ്റിൻ പിതാവ് പറയുന്നത്. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന വാക്കുകളിലൂടെ തിരുസഭയുടെ ജനനം, കർത്താവിന്റെ വിലാപ്പുറത്തെ കൊന്നുകൊണ്ട് കുത്തിയ രക്തവും വെള്ളവും പുറപ്പെട്ടു. തിരുസഭ മാമോദീസായുടെയും ദിവ്യകാരുണ്യത്തിന്റെയും പ്രതീകമാണ്. തിരുസഭ ജനിക്കുന്ന അവസ്ഥയാണ് അമ്മ. അങ്ങനെ സഭയുടെ അമ്മയായി കുരിശിൻ ചുവട്ടിൽ മാതാവ് നിൽക്കുന്നു എന്നാണ് സഭാപിതാവായ അഗസ്റ്റിൻ പറയുന്നത്. ആ ഒരു വ്യാകുലങ്ങളോടൊപ്പം തന്നെ വലിയ ദൈവശാസ്ത്ര ആധ്യാത്മിക വിചിന്തനങ്ങൾ കൂടി പിതാക്കന്മാര് നൽകുകയാണ്. കന്യാമറിയത്തിന്റെ ആ സഹനം, അത് ആ സഹനത്തിലൂടെ നൽകുന്നതാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം സുവർണ നാവുകാരൻ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം പറയുന്നത് 2 അൾത്താരകളിൽ മഹത്തായ 2 ബലികൾ അവിടെ അർപ്പിക്കപ്പെടുകയാണ്. ഒന്നാമത്തത് ബലി നടക്കുന്നത് ഈശോയുടെ ശരീരത്തിലാണ്. ഈശോ തന്റെ ശരീരം ബലിയായി അർപ്പിക്കുകയാണ്. രണ്ടാമത്തത് നടക്കുന്നത് മറിയത്തിന്റെ ആത്മാവിലാണ് നടക്കുന്ന ബലി. അങ്ങനെ അവരുടെ അചഞ്ചലമായ വിശ്വാസം, മറിയത്തിന്റെ അചഞ്ചലമായ വിശ്വാസത്തിന്റെ വലിയൊരു പ്രതീകമായിട്ടാണ് പറയുന്നത്. കന്യാമറിയം ബലിയായി ഈശോയോടൊപ്പം ബലിയായി സമർപ്പിച്ചുവെന്നാണ്. അങ്ങനെ ബലി സമർപ്പണമാണ്. ദൈവശാസ്ത്രജ്ഞനായ ഫോൺ ബാൽത്തസാർ അദ്ദേഹം പറയുന്നത് ഇതുപോലെ തന്നെ മാതാവ് കുരിശിൻ ചുവട്ടിൽ വെച്ച് ആ ബലിയോട് ചേർന്ന് സ്വയം ബലിയായി തീർന്ന് ബലി അർപ്പിച്ചു. മാതാവിന്റെ ആ സഹനം, അത് തന്റെ ആത്മാവിലെ സഹനം, അചഞ്ചലമായ സഹനത്തിന്റെ അടയാളമായിരുന്നു കന്യാമറിയത്തിന്റെ. അങ്ങനെ കർത്താവിന്റെ അമ്മ ഈ സഹനത്തിലൂടെ ലോകത്തെ രക്ഷിച്ച ഈശോയോട് ചേർന്ന് നിന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് വന്നിട്ടുള്ള വലിയ ഒന്നാണ് ശില്പകലയിൽ മാതാവിന്റെ ദുഃഖം അത് വ്യക്തമാക്കുന്നത്. ലോകത്തിലെ കൃതികളെക്കാളും പലതരത്തിലുള്ള കവിതകളെക്കാളും എല്ലാം ഏറ്റവും മനുഷ്യനെ സ്വാധീനിക്കുന്ന ശില്പകലയാണ്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ശില്പങ്ങൾ യൂറോപ്പിൽ, പ്രത്യേകിച്ച് ബ്ലാക്ക് ഡെത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ശില്പങ്ങൾ യത്ത എന്ന ശില്പമാണ്. അപ്പൊ അതിന്റെ ഏറ്റവും പൂർണ്ണമായ ഒരു ചിത്രമാണ്, ഏറ്റവും മനോഹരമായ ചിത്രമാണ് 1498 മുതൽ 99 വരെ കേവലം 23 വയസ്സുള്ള മൈക്കലാഞ്ചലോ വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത മാതാവിന്റെ മനോഹരമായ ആ ശില്പം. മാർബിൾ ശില്പമാണ്.
സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക കയറുമ്പോൾ അവിടെ ഏറ്റവും അധികം ആൾ തടിച്ചുകൂടുന്നത് കാണാൻ വേണ്ടിയാണ്. അവിടെ മാതാവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിത്യ യൗവനയായ ഒരു മാതാവായിട്ടാണ്, പ്രായം ചെന്നയാളായിട്ടല്ല. ഉണ്ണീശോയെ കയ്യിലെടുത്തതുപോലെ ഈശോയുടെ ആ സഹനങ്ങൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മളെ ചിത്രം മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ കാണാൻ സാധിക്കും. ദുഃഖം മുഴുവൻ ഹൃദയത്തിൽ പേറിക്കൊണ്ട് മാതാവിന്റെ ശുദ്ധിയുടെ, മാതാവിന്റെ നൈർമല്യത്തിന്റെ, മാതാവിന്റെ വിശ്വാസ സ്ഥിരതയുടെ ഒക്കെ പ്രതീകമായിട്ടാണ് എല്ലാം ഉള്ളിൽ ഒതുക്കി അത് പ്രശാന്തതയോടുകൂടി മാതാവ് ഇങ്ങനെ ആ ഉണ്ണിയെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഉണ്ണിയെ പിടിച്ചുപോലെ ഈശോയെ കയ്യിൽ പിടിച്ചുകൊണ്ട് 1972 ഭ്രാന്തൻ വന്ന് ഈ രൂപത്തെ ചുറ്റികൊണ്ട് കൈകൾ മൂക്കും ഒന്നും ഇടിച്ച് തകർത്ത് കളഞ്ഞു. വളരെ ഭ്രാന്തനാണെന്നാണ് പറഞ്ഞിരുന്നത്, മാനസിക രോഗിയായിരുന്നു അദ്ദേഹം പറയുന്നത് ഈ മാതാവിന്റെ ഈ പുത്രനോടുള്ള ഈ വാത്സല്യം ഇതെല്ലാം എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അമ്മയുണ്ട് ലോകത്തിൽ. പിന്നെയുള്ളത് അദ്ദേഹം മാതാവിന് എതിരായിട്ടുള്ള ആളായിരുന്നു. ഏതായാലും അദ്ദേഹത്തെ ഈ മാനസിക രോഗിയാണെന്ന് അധികം ശിക്ഷിക്കുന്നതില്ല. പക്ഷെ പിന്നീട് വലിയ വിദഗ്ധന്മാര് ആ ശില്പം അതിൻ്റെ ആ പൊടികളെല്ലാം കളക്ട് ചെയ്ത്, ചിലത് പോലീസിൽ എടുത്തുകൊണ്ട് പോയി, എങ്കിലും അതെല്ലാം കളക്ട് ചെയ്ത് കാറ്റലോഗ് ചെയ്ത് ഏത് ഭാഗത്തു നിന്നും അടയാളപ്പെടുത്തി 1 വർഷം കൊണ്ട് പൂർത്തിയാക്കി വീണ്ടും മനോഹരമാക്കി വെടിയുണ്ടേക്കാത്ത ഗ്ലാസ്സിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഗ്ലാസ് കെത്തിയുണ്ട്, വെടിവെച്ചാൽ പോലും കുറച്ച് കയറത്തില്ല. അതുപോലത്തെ വളരെ ലോകത്തെ ഏറ്റവും അമൂല്യമായ ഒരു ശില്പമാണ്. അത് നോക്കുമ്പോൾ കല്ലിൽ കൊത്തിയ കവിത എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥം. അപ്പൊ മാതാവിന്റെ ആ സഹനം മുഴുവനും അതിൽ ഒപ്പിവെച്ചിരിക്കുകയാണ്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ആ ജീവിതത്തിൽ മാതാവ് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നു, കുരിശിൽ നടക്കുമ്പോൾ ഒക്കെ മാതാവിനെ നമ്മൾ ബൈബിളിലും കാണുന്നു. ഈശോ അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ അവിടെ മാതാവിനെ കാണുന്നില്ല. എന്റെ മോനാണ് ഇത് വർദ്ധിപ്പിച്ചത് കേട്ടോ എന്ന് പറയാൻ മാതാവ് വരുന്നില്ല. ദാസനെ ഉയർപ്പിക്കുമ്പോൾ വരുന്നില്ല. രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ വരുന്നില്ല. ഈശോയെ രാജാവാക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ വരുന്നില്ല. മാതാവിടെയൊന്നും ഇല്ല. എപ്പോഴാണ് മാതാവ് വരുന്നത്? യഥാർത്ഥ ഒരു അമ്മയുടെ ഹൃദയം എപ്പോഴാണ്? അമ്മയുടെ ഹൃദയം മകന്റെ വേദനകളിൽ പങ്കുചേരുന്ന അമ്മയാണ് യഥാർത്ഥ അമ്മ. അതാണ് മാതൃത്വം. പരിശുദ്ധ കന്യാമറിയം ഈശോയ്ക്ക് വിഷമം ഉണ്ടാകുന്ന സന്ധ്യകളിൽ ഒക്കെയാണ് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്, മാതാവ് കൂടെ നിൽക്കുന്നത്. മാതാവിന്റെ ആ ഒരു ഗീതമായ അകലം പാലിക്കൽ, ആ മകന്റെ ശുശ്രൂഷയിൽ അകലം പാലിച്ചു. ഇടയ്ക്ക് വന്ന് ഒരു പ്രാവശ്യം വരുന്നുണ്ട്, പക്ഷെ ബാക്കി എപ്പോഴും അകലം പാലിച്ചിരുന്നു. അതേസമയം തന്നെ മാതാവിന്റെ വേദനകൾ മാതാവിനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്, കംപാഷൻ. നോൺ പാസിയോ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരുടെ ദുഃഖത്തോട് നാം ചേരുന്നു. പറയുന്നുണ്ട്, കരയുന്നവരുടെ കരയുന്നു, വേദനിക്കുന്നവരുടെ വേദനകളിൽ പങ്കുചേരുന്നു. കന്യാമറിയം അങ്ങനെയാണ് ഈശോയുടെ ബലിയിൽ പങ്കുചേർന്നത്. വേദിക്കുന്നതോടുകൂടി പങ്കുചേർന്നതാണ്. അവൾ മകനോടൊപ്പം കഷ്ടത അനുഭവിച്ചു. അവന്റെ മരണം അവൾ അനുഭവിച്ചു എന്നാണ് ഈ ബാൽത്തസാർ എന്ന് പറഞ്ഞ ദേവശാസ്ത്രം പറയുന്നത്. മകൻ ഈശോയുടെ മരണം തന്നെ അവൾ അനുഭവിച്ചു. മാതാവിന്റെ ഇഷ്ടമായ ആ സഹനമാണ്. മാതാവിന്റെ ഈ സഹനം നമ്മെ ആ സഹനത്തോടനുബന്ധിച്ച് ഇപ്പൊ നമ്മുടെ ശില്പകല കണ്ടു. അതുപോലെ തന്നെ വിലാപ കാവ്യങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. മാതാവിന്റെ വിലാപത്തെ കുറിച്ചുള്ള കാവ്യങ്ങൾ. അതിലൊന്നാണ് 560 റൊമാനുസ് ദ മെലോഡിസ്റ്റ്, മധുര ഗായകനായ റൊമാനുസ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ, അദ്ദേഹം എഴുതിയ ഗീതമാണ്. ആ ഗീതത്തിൽ മാതാവിനെ കുറിച്ചുള്ള മനോഹരമായ ഗീതമാണ്. അവിടെ പറയുന്നുണ്ട്, ദുഃഖിതയായ മറിയം കുരിശിൻ ചുവട്ടിൽ നിന്നു, അവളുടെ ഹൃദയത്തിൽ ഒരു വാൾ കടന്നുപോയി, ലോകപാവങ്ങൾ അവൾ ആ മുറിവിൽ കണ്ടു. സ്നേഹത്തിന്റെ ജലധാരയായ മറിയമേ, നിന്റെ ദുഃഖത്തിന്റെ ശക്തി അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് വരം തരിക. ഞാൻ നിന്നോടൊത്ത് ചേരട്ടെ, കേട്ടെ. നിന്റെ ക്രൂശിതനായ നിന്റെ മുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. നമുക്ക് പരിചയമുള്ളതാണ്. കുരിശിന്റെ പേര് ചെയ്യുന്നുണ്ട്. അത് ഈ റൊമാനുസിന്റെ പ്രാർത്ഥനയ്ക്കകത്തുനിന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റൊമാനുസിന്റെ അതുപോലെ തന്നെയാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇതുപോലെ തന്നെ മാതാവിന്റെ ദുഃഖത്തെ അനുസ്മരിക്കുക. കുരിശിതനായ നിന്റെ തിരുമുറിവുകൾ പഠിപ്പിക്കണമേ എന്ന്. അങ്ങനെ റൊമാനുസിന്റെ ശരിക്കും ഒരു ഡയലോഗാണ്, ഈശോയും മാതാവുമായിട്ടുള്ള ഡയലോഗാണ്. എന്ന് പറയുന്നത്, നീ കുരിശിൽ കിടന്നാലും നീ എന്റെ മകനല്ലേ, എനിക്ക് നിന്നെ മറക്കാൻ പറ്റുമോ? ഈശോ പറയുന്നുണ്ട്, അമ്മേ, ഞാൻ കുരിശിൽ നിന്ന് ഞാൻ മരിച്ചുയർത്ത് വരുമ്പോൾ ആദ്യം കാണുന്നവരിൽ ഒരാൾ നീ തന്നെയായിരിക്കും, പർവീസ് അതിനെ കൊണ്ട് അങ്ങനെ സംസാരിക്കുന്ന റൊമാനുസിന്റെ ഈ സ്തബാത് മാർത്തർ എന്ന് പറയുന്ന പേരാണ് ഈ പറഞ്ഞ മാതാവിനോട് പറയുന്നത്. നിന്റെ നിന്റെ മുറിവുകൾ എന്റെ ഹൃദയത്തിൽ പഠിപ്പിക്കണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഈശ്വരനും പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അങ്ങനെ സഭയുടെ ഗീതങ്ങളുടെ ചരിത്രമുണ്ട്. മലയാളത്തിലും അങ്ങനെ ഗീതം ഉണ്ടായിട്ടുണ്ട്. അതാണ് അർണോസ് പാതിരിയുടെ ഉമ്മാന്റെ ദുഃഖം.
മലയാളത്തിലെ ആദ്യത്തെ വിലാപ കാവ്യമാണ് ഉമ്മാന്റെ ദുഃഖം. അത് അച്ചടിക്കപ്പെട്ടത് അദ്ദേഹം 1732 അദ്ദേഹം അന്തരിച്ചത്. അന്നോസ് പാതിരി യോഹാൻ എർണസ്റ്റ് ഹാർട്ട്സ്നിഡൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എഴുതിയ പാട്ടാണ് നമുക്ക് ഒന്ന് പാടി കേൾക്കുന്ന പാട്ടാണ്. അമ്മ കന്യ മണി തൻ്റെ നിർമ്മല ദുഃഖങ്ങളിൽ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമാകെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക് ഉൾക്കനെ ചിന്തിച്ചു കൊള്ളുവാൻ ബുദ്ധിയും പോരാ. മനുഷ്യന്മാർ വിശദീകരിക്കാൻ വാക്കുപോലും പോരാ എന്നാണ്. മലയാളിയല്ല അദ്ദേഹം, ജർമ്മൻകാരനാണ്. ഇവിടെ വന്ന് മലയാളം പഠിച്ച് കവിത എഴുതിയിരിക്കുന്നതാണ്. മനോഹരമാണ്. അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള ഗീതങ്ങൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആ വിലാപം, ആ ദുഃഖം ലോകത്തിൽ മാറ്റിക്കൊണ്ടു എന്നുള്ളതാണ്. എൻ്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചെന്നുള്ള ആ സ്വരം ലോകത്തിൽ മാറ്റിക്കൊണ്ടതുപോലെ കുരിശിൻ ചുവട്ടിൽ വെച്ചുകൊണ്ട് മാതാവിൻ്റെ ആ ഹൃദയവിചാരങ്ങൾ കവിതകളിലൂടെ ശില്പങ്ങളിലൂടെ ലോകത്തിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് ലോകത്തിൻ്റെ ദുഃഖങ്ങൾ മുഴുവനും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരമ്മയാണ് പരിശുദ്ധ കന്യാമറിയം. അതെല്ലാവരുടെയും ദുഃഖങ്ങൾ, ലോകത്തിലുള്ള സകലരുടെയും ദുഃഖങ്ങൾ ഏറ്റുവാങ്ങിയ, പാപങ്ങൾ പകരം ആയി ബലിയായി അർപ്പിച്ച ഈശോയോട് ചേർന്ന് ആ ദുഃഖങ്ങളെല്ലാം ഏറ്റുവാങ്ങിയതാണ്. അതുകൊണ്ട് ഈ ഈശോയുടെ പീഡാനുഭവം ഏറ്റവും അധികം ധ്യാനിച്ച വ്യക്തി പരിശുദ്ധ കന്യാമറിയമാണെന്നാണ്. അവൾ ധ്യാനനിരതയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടല്ലോ. ആവിലാവിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നുണ്ട്. ആവിലാവിലെ അമ്മ ത്രേസ്യ ഏറ്റവും വലിയ ധ്യാനം എന്ന് പറയുന്നത് ഏതാണ്? പീഡാനുഭവ ധ്യാനമാണ്. ഈശോയുടെ പീഡാനുഭവം. അതുകൊണ്ടല്ല ഓരോ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ടത്. അവരുടെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അത് തന്നെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും, നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തും. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയം നമുക്ക് വലിയ മാതൃകയാണ് ശരിക്കും പറഞ്ഞാൽ. ആ മാതാവിൻ്റെ സഹനം ഈശോ പറയുന്നുണ്ട്. ആദ്യകാലത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ, വളരെ ബുദ്ധിമുട്ടുകൾ, ദുഷ്ടത പെരുകുമ്പോൾ, തടസ്സുശേഷി 24:12 ദുഷ്ടത പെരുകുമ്പോൾ സ്നേഹം തണുത്തുറഞ്ഞു പോകും എന്ന് പറയുന്നുണ്ട്. അപ്പം മാതാവിൻ്റെ സഹനത്തിൻ്റെ ഏറ്റവും വലിയ വ്യാകുലങ്ങളുടെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നത് എന്താണ്? സ്നേഹമാണ്. സ്നേഹത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സ്നേഹമില്ലാത്ത സഹനം എന്ന് പറഞ്ഞാൽ ആ സഹനത്തിന് അതിന് യാതൊരു അർത്ഥവുമില്ല. സ്നേഹത്തോടു കൂടി, ഈശോയോടുള്ള സ്നേഹത്തോടു കൂടി, ഈശോയുടെ ആ ബലിയോട് ചേർന്നുള്ള സഹനമാണ് ഏറ്റവും വലിയ സഹനം. നമ്മൾ പുറത്തോസ് ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, സ്നേഹമാണ് സൽവോർക്ക് ഉത്കൃഷ്ടം. ഭാഷകളില്ലാതാകും, വിജ്ഞാനം ക്ഷയിച്ചു പോകും, സ്നേഹമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആ വലിയ സ്നേഹത്തോടു കൂടിയുള്ള സഹനത്തിനാണ് വിലയുള്ളത്. സ്നേഹമില്ലാതെ പരാതിപ്പെട്ടുകൊണ്ട് സഹിക്കുന്നവരാണ് നമ്മൾ പലരും. കഴി പറഞ്ഞുകൊണ്ട്, ദൂഷണം പറഞ്ഞുകൊണ്ട്, കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട്, നമ്മുടെ സഹനങ്ങൾക്ക് കാരണം മറ്റുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ട് സഹിക്കുക. ആ സഹനത്തിന് യാതൊരു വിലയുമില്ല. അതേസമയം ഈ സഹനം പ്രതികാരത്തോടെ സഹിക്കുന്നവരുണ്ട്. പ്രതികാരത്തോടെ, ആ പ്രതികാര ബുദ്ധിയോടുള്ള സഹനവും സഹനമല്ല, അത് പ്രതികാരമാണ്. അപ്പം യഥാർത്ഥ സഹനം എന്ന് പറയുന്നത് സ്നേഹത്തോടു കൂടിയുള്ള സഹനം. ആ സഹനത്തിൻ്റെ വലിയ മാതൃകയാണ്. എബ്രായ ലേഖനത്തിൽ 3:18 പറയുന്നത്, മനുഷ്യൻ്റെ ദുഃഖങ്ങളെല്ലാം അറിഞ്ഞ ഒരു പുരോഹിതനാണ് നമുക്കുള്ളത്. ഇതുപോലെ മനുഷ്യൻ്റെ ദുഃഖങ്ങളെല്ലാം, എല്ലാ ജീവിതാവസ്ഥകളും അറിഞ്ഞ ഒരു അമ്മയാണ് നമുക്കുള്ളത്, പരിശുദ്ധ കന്യാമറിയം. അപ്പോൾ മാതാവിൻ്റെ ആ വ്യാകുലങ്ങൾ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. ഈശോയുടെ കുരിശിലെ മുറിവുകൾ സ്നേഹത്തിൻ്റെ മുറിപ്പാടുകളാണെന്ന് പറയുന്നത് പോലെ മാതാവിൻ്റെ 7 വ്യാകുലങ്ങൾ, 7-11 വ്യാകുലങ്ങൾ മാതാവിനുണ്ടായിട്ടുണ്ട്. അതെല്ലാം സ്നേഹത്തിലാണ്. അപ്പം നമ്മളുടെ സഹനങ്ങൾ, നമ്മുടെ വേദനകൾ, ആ വേദനകൾ അനശ്വരമാക്കുന്നത്, ആ വേദനകളെ ദൈവികമായൊരു ബലിയാക്കി തീർക്കുന്നത് സഹനത്തിലൂടെയാണ്. അൽഫോൻസാമ്മ പറയുന്നുണ്ട്, ഈ വലിയ നെരിബലി കൊണ്ട് കടലിൽ കിടക്കുകയാണ്, ഭയങ്കര പരവേശവും. അപ്പോൾ അൽഫോൻസാമ്മ പറയുന്നുണ്ട്, ഞാൻ സ്നേഹിക്കുകയാണ്. അപ്പോൾ സ്നേഹത്തോടു കൂടിയാണ് സഹിക്കുന്നത്. ശപിച്ചുകൊണ്ട് സഹിക്കുന്ന ആ സഹനമാണ്.
ഒരു കള്ളൻ നടത്തി ഈശോയുടെ കുരിശിൻ്റെ ഒരു വശത്ത് സ്നേഹത്തോടെ സഹിച്ചുകൊണ്ട് സഹനങ്ങൾ ഏറ്റുക. സഹനമില്ലാത്തൊരു മനുഷ്യൻ ലോകത്തില്ല. സഹനങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അതിൻ്റെ ഓർമ്മകൾ വേട്ടയാടുന്ന മനുഷ്യരെ ഈ ലോകത്തിലുള്ള അല്ലാതെ ആരുമില്ല. അപ്പം ഈ സഹനങ്ങളുടെ മുമ്പിൽ ആ സഹനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നൽകുന്ന, നമ്മളെ പരിപാലിക്കുന്ന, കമ്പാസ്യോ നമ്മോടൊത്ത് സഹിക്കുന്ന ഒരമ്മയാണ്. ഇതാ നിൻ്റെ അമ്മ. അതുകൊണ്ട് ഈ വ്യാകുല മാതാവ് നമുക്ക് വലിയൊരു മാതൃകയാണ്, നമുക്ക് വലിയൊരു മധ്യസ്ഥയാണ്. ആ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചു നോക്കാം.